പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, അതുപോലെ തന്നെ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെ വീഡിയോസ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ 49 സീറ്റ് അശോക് ലേലാൻഡിൻ്റെ ചേസിൽ ചെയ്ത സെഡസ്ത്ര ബോഡി ബസ്സാണ്, മിനിയേച്ചർ ബസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്, അതുപോലെ തന്നെ ലൈറ്റ് വർക്ക്, സ്റ്റിക്കർ വർക്ക്, സൈഡ് കർട്ടൻ, പെയിൻറ്റിങ് മുതലായ ചെയ്സ് മുതലായ എല്ലാ ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മേക്കിംഗ് വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വണ്ടിയുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ വണ്ടി ഇവിടുന്ന് പോകും, കസ്റ്റമർ വന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിപാടിയെല്ലാം തീർത്ത് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് വെക്കണം. നാളെ രാവിലെ വണ്ടി നമ്മൾ കസ്റ്റമറിന് കൈമാറും. അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ഥലം പത്തനംതിട്ടയാണ്. അവർ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അവർ ഇന്നേ വരും. ഇന്ന് ഈവനിങ് അവരെത്തും, ഇവിടെ സ്റ്റേ ചെയ്ത്, ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് നാളെ വണ്ടിയും വാങ്ങിയിട്ട് നാളെ ഈവനിങ് അവർ തിരിച്ച് നാട്ടിലേക്ക് വിടും. അപ്പോൾ അത്രയും നല്ല കസ്റ്റമേഴ്സിനൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം. കൊറിയർ അയക്കുന്ന അത്ര സേഫ് അല്ല എന്ന് അവർക്കും അറിയാം, എനക്കും അറിയാം. അതുകൊണ്ട് അവർ നേരിട്ട് വന്നിട്ട് സംഭവം കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കും വലിയ റിസ്ക് ഇല്ല. കാരണം കൊറിയർ അയക്കാന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. അത്ര നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാലും ഭാഗ്യമില്ലെങ്കിൽ സംഭവം ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് അവിടെ കിട്ടുക. അതുകൊണ്ട് എന്തായാലും അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നമുക്കും നല്ലത്, കസ്റ്റമറും നല്ലത്. അവരെന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ കണ്ണൂരെത്തും, വണ്ടി എടുത്തിട്ട് നാളെ പത്തനംതിട്ടയിലേക്ക് തിരിക്കും. വണ്ടിയുടെ ടോപ്പിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പേര് സീറോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സീറോ ബസ്സിൻ്റെ ഒരു മിനിയേച്ചർ അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് ചേഞ്ച് ഉണ്ട്. അപ്പോൾ പേര് മാത്രം സീറോ എന്ന് കൊടുത്തുവെന്ന് കസ്റ്റമർ പറഞ്ഞു. അപ്പോൾ അതുപോലെ സീറോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ 2 കൊമ്പ് ലൈറ്റ് വർക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഡമ്മിയാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ഇൻഡിക്കേറ്റർ ഡമ്മി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു പിക്സൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിക്സൽ ലൈറ്റ് വർക്കിംഗ്, പിക്സൽ അല്ല സോറി, സ്ട്രിപ്പ് ലൈറ്റ്, സിംഗിൾ കളർ സ്ട്രിപ്പ് ലൈറ്റ്. പിന്നെ വരുമ്പോൾ 2 വൈപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വർക്കിംഗ് ഒന്നല്ല, ഡമ്മി വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ബോണറ്റിൽ നമ്മൾ ചെറിയൊരു സെഡ് ബി എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. അടിയിലേക്ക് വരുമ്പോൾ നമ്പർ പ്ലേറ്റ് കുറച്ച് വലുതായി പോയി എഴുത്ത്, കുറച്ചൊരു ഫാൻസി ടൈപ്പ് ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത് നമ്പറിന്. ഇത് സീറോ ബസ്സിൻ്റെ സെയിം നമ്പർ തന്നെയാണ്. നമ്പർ പ്ലേറ്റ് കുറച്ച് ആ ടെക്സ്റ്റ് വലുതായി പോകുന്ന സംശയമുണ്ട്. അപ്പോൾ പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൽ ഒരു DRL വർക്കിംഗ് അല്ല, ഡമ്മി DRLും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ വരുന്നത്. വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ അനങ്ങുന്നത്. സോറി, ഫ്രണ്ട് ഗ്ലാസ് ആ സൈഡ് ഗ്ലാസ്. ഇത് നമ്മൾ കൊറിയർ അല്ല ഡെലിവറി ചെയ്യുന്ന ആ ബോക്സിൽ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഊരി വെക്കും, അല്ലെങ്കിൽ അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഫിക്സ്ഡ് ആക്കിയിട്ട് ചെയ്യാത്തത്. സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോർ അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്യാബിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഡ്രൈവർ സീറ്റ്, സ്റ്റിയറിംഗ്, ലെയ്ലാൻഡിൻ്റെ BS6 സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നോക്കുമ്പോൾ ക്യാബിൻ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ, ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ക്യാബിൻ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, നോർമൽ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ. അത്രയാണ് ഇൻറ്റീരിയറിൻ്റെ വിശേഷം. ഡോറിലേക്ക് നോക്കുമ്പോൾ ഡോറിൻ്റെ ഗ്ലാസ് നമ്മൾ സ്ലൈഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന പോലെയാണ് സൈഡിൻ്റെ ഗ്ലാസ് വരുന്നത്. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് ഫിക്സ്ഡ് ആണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലാസ് ഒക്കെ ഫിക്സ്ഡ് ആണ്. ഇതൊന്നും നീക്കാൻ പറ്റുന്ന ഗ്ലാസ് അല്ല. ഉള്ളിൽ ഇൻറ്റീരിയർ ഇല്ല, പാസഞ്ചർ സീറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കർട്ടൻ ഇട്ടിട്ട് കവർ ചെയ്തിട്ടാണുള്ളത്. ഒരു പച്ച കർട്ടൻ കസ്റ്റമർ പറഞ്ഞ രീതിക്കുള്ള കർട്ടൻ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ സീറോൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒറിജിനൽ ബസ്സിനുള്ളതാണ്. പിന്നെ ഇവിടെയൊക്കെ ഇത് വരുന്നുണ്ട് സ്റ്റിക്കർ, അതൊന്നും കസ്റ്റമർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റിഫ്ലക്ടർ നടുക്ക് എമർജൻസി എക്സിറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ വീല് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വീലാണ്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ചെയ്യാം, നമ്മളെ റണ്ണിങ്, അതായത് മാനുവലാണ്, RC ഒന്നല്ല, നമുക്കിങ്ങനെ ഉരുട്ടി കളിക്കാം. പിന്നെ ഡമ്മി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡോറിൻ്റെ അവിടെ വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡമ്മിയാണ്, വർക്കിംഗ് അല്ല. താഴെ പിന്നെ ഡിക്കീൻ്റെ ഹാൻഡിൽ പോലെ ഡമ്മി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡമ്മി സാധനം ഒട്ടിച്ച് വെച്ചതാണ്. പിന്നെ ഏറ്റവും ബേക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ബസ്സിൻ്റെ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സീറോ ബസ്സിൻ്റെ ആ ഒരു നമ്പർ പ്ലേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡമ്മി ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ബേക്കിലെ വീല് ചെയ്തിട്ടുണ്ട്. വീൽ കപ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്. പിന്നെ മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. അത്
കുറച്ചിങ്ങനെ മടങ്ങിയാണ് നിൽക്കുന്നത്. അതൊന്ന് ലെവൽ ചെയ്യണം. അത് വണ്ടി പാർക്ക് ചെയ്ത് കുറേ ദിവസമായി ഒരേ സ്ഥലത്ത് ഒറ്റ സ്ഥലത്ത് അങ്ങ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ വെച്ച സ്ഥലത്ത് നമ്മളൊരു ടൈൽസിൻ്റെ പീസ് വണ്ടി ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈൽസിൻ്റെ പീസ് വെച്ച ടൈം ഈ ഒരു മഡ് ഫ്ലാപ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടാണ് രണ്ടും ഇങ്ങനെ മഡ് ഫ്ലാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി നിൽക്കുന്നത്. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റാണ്. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഒരു സൈഡ് വ്യൂ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ZBൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ZBൻ്റെ ഒരു ലോഗോ വെറുതെ കൊടുത്തു നോക്കിയതാണ്, സംഭവം പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് പാസഞ്ചർ സൈഡിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. പിന്നെ നേരെ ബേക്കിലേക്ക് വരുമ്പോൾ നമ്മൾ വണ്ടി ഒന്ന് വളച്ചിട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാൻ വേണ്ടി നല്ല ഒരു ഫീലാണ് കേട്ടോ. ഒറിജിനൽ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ വീല് കാര്യങ്ങളൊക്കെ റൊട്ടേറ്റബിൾ ആണ്. അപ്പോൾ കാര്യങ്ങൾ ഓടിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേക്കിൻ്റെ വ്യൂ കറക്റ്റ് കിട്ടും. ഇതാണ് ബേക്ക് വരുന്നത്. ഒരു ടിപ്പിക്കൽ ZS-ന്റെ ബേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടിയിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ടോപ്പിലേക്ക് വരുമ്പോൾ 3 റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഡമ്മിയാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വർക്കിംഗ് ഒന്നുമല്ല. പിന്നെ നമ്മൾ ZBൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ് കറക്റ്റിനിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് ആണ്. ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഒരു ചേഞ്ച് കൊടുക്കുകയാണ്. അത്ര മോഡലൊന്നും ആക്കിയിട്ടില്ല, വെറുതെ ഒരു സാധനം അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല, ജസ്റ്റ് ഫിക്സ്ഡ് ആണ്. പിന്നെ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്ലാസ് ഉണ്ടാവില്ല, വണ്ടിക്ക് നമ്മളങ്ങനെ നോക്കിയിട്ട് ചെയ്ത് തന്നെയാണ്. പിന്നെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അപ്പുറം കണ്ട പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഡമ്മി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ടയർ, പിന്നെ മഡ് ഫ്ലാപ്പ് ഞാൻ കാണിച്ചു തരാം. മഡ് ഫ്ലാപ്പിൽ നമ്മളെ ലോഗോ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ZB എന്നുള്ള ലോഗോ 2 സൈഡ്. അതുപോലെ തന്നെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഒരു അണ്ടർ ബോഡി വ്യൂ, അണ്ടർഗ്രൗണ്ട് എന്താ പറയുക, അണ്ടർ ബോഡീൻ്റെ ഒരു വ്യൂ വരുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എല്ലാം നമ്മൾ മറ്റേ സൈഡ് കണ്ട ആ ഒരു സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് വണ്ടി ഒന്ന് വളച്ചിട്ടിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡ്രൈവർ സൈഡ്, ഡ്രൈവർ ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയും സീറോ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ നമ്മളെ എയർ ഫിൽറ്റർ പോലത്തെ ആ ഒരു സംഭവങ്ങളില്ലേ. പിന്നെ എക്സോസ്റ്റിൻ്റെ നമ്മളെ സൈലൻസറിൻ്റെ ആ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. സൈലൻസറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഡ്രൈവർ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളെ സ്റ്റിയറിങ് നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയർ മൂവ് ചെയ്യാൻ പറ്റും. മൊത്തത്തിലൊരു ബ്ലാക്ക് മായതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, സംഭവം എല്ലാവരും ബ്ലാക്ക് അല്ല, അതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സീറോൻ്റെ സ്റ്റിക്കർ കാണുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡ്രൈവർ സൈഡിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ പിന്നെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ വളരെ സ്റ്റോക്കായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, വളരെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ലിപ്പില്ല, സ്കേർട്ടിങ് ഇല്ല, ലൈറ്റ് വർക്ക് അധികം ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ ടോപ്പ് കാണിച്ചു തരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ ഡോറ് വരുന്നുണ്ട്, എയർ വെൻറ്റിലേഷൻ്റെ ഡോറ്. ഇവിടെയൊന്ന് വേണം, അത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ AC-ൻ്റെ ഒരു വെൻറ്റ്, AC-ൻ്റെ ആ ഒരു യൂണിറ്റ് വെറുതെ ചെയ്ത് വെച്ചിട്ട് ഡമ്മി ആയിട്ട്, വളരെ മിനിമലായിട്ട്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഒറിജിനൽ വണ്ടീൻ്റെ വരുന്നത്. നമ്മളെ രീതിക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ. പിന്നെ ബേക്കിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ ബോക്സ്, എന്താ പറയുക, കാരിയർ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ലേഡറൊന്നും കൊടുത്തിട്ടില്ല, ലേഡർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയാണ് ഒരു ഓവറോൾ വ്യൂ വരുന്നത്. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ചെയ്ത വർക്ക്. അപ്പോൾ അടുത്ത ഒരുപാട് വർക്ക് വരുന്നുണ്ട്, അതൊക്കെ വഴി നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു ട്രാവലർ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം കംപ്ലീറ്റ് ആയി. നാളെ നമ്മളെ ഗ്യാരേജിൽ നിന്ന് പോകാനുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായി പണി കഴിഞ്ഞിട്ട് കയറ്റിയിട്ടിട്ട് കസ്റ്റമർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട്. അപ്പോൾ കസ്റ്റമർ എന്തായാലും നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് മൊത്തം ഒന്ന് കഴുകി തുടച്ചിട്ട് വിടണം, അതുപോലെ തന്നെ പാക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങളെന്തായാലും
വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ, അല്ലെങ്കിൽ അടുത്ത വണ്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് അതുപോലെ തന്നെ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വണ്ടി പാക്ക് ചെയ്യണം, അയക്കണം, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അയക്കണ്ട, എടുക്കാൻ വരും, നാളെ എടുക്കാൻ വരും. നമുക്ക് ഇന്ന് തന്നെ പരിപാടി ചെയ്യണം, അതായത് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമ്മൾ കുറച്ച് ഷോർട്ട് ഈ ഒരു വണ്ടിയുടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.